ഹലോ ഡ്യൂട്സ്, നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കവലദുർഗ ഫോർട്ട് ആണ് കേട്ടോ. ഇതൊരു ട്രെക്കിംഗ് പോയിന്റ് ആണ്. ഇവിടെ വന്നപ്പം അത്യാവശ്യം നല്ല തിരക്കാണ്. ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള കുറേ വണ്ടിയിലൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് മഴയും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വരുന്നത് കുണ്ടാദ്രി ഹില്ലിൽ നിന്നുമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 30 കിലോമീറ്റർ ആണ് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ലേഡീസിനൊക്കെ വാഷ്റൂമിലൊക്കെ പോകണതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ചെറിയൊരു റെസ്റ്റ് റൂം ഉണ്ട്. പക്ഷെ അവിടെ കയറി അതേ സ്പീഡിൽ തന്നെ അവർ തിരിച്ചിറങ്ങി വരുവാണോ ചെയ്തത്. കാരണം അവിടെ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേപോലുള്ള കുട്ടി കുട്ടി 1-2 കടകളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചൂട് ചായ, നൂഡിൽസ്, അത്യാവശ്യം സ്നാക്സ് ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിയിട്ട് പോവാം. ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോ ഈ കൊടുക്കുന്നത് വണ്ടി പാർക്ക് ചെയ്തതിന്റെ ഫീ ആണ്. 100 രൂപയാണ് പാർക്കിംഗ് ഫീ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പേയ്മെന്റ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു ചെറിയൊരു റിവറാണ്. ഈ ഒരു മഴ സമയത്ത് ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ അത് കാണാൻ. നിറയെ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കവലദുർഗ ഫോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പശ്ചിമഘട്ട മലനിരകൾക്കിടയിലാണ്. അപ്പൊ നമ്മൾ ഈ പോകുന്ന ഒരു നാട്ടുവഴിയിൽ കൂടി നടന്നു പോകുന്ന ഒരു ആംബിയൻസ് ഇല്ലേ, അതായത് ഒരു പാലക്കാടൻ വഴികളിൽ കൂടി മഴയത്ത് നെൽപ്പാടങ്ങൾക്കകത്തുകൂടി പോകുന്ന പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഇവര് കുറച്ച് കമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തി കുത്തി നടന്നു പോകാൻ നല്ല രസമല്ലേ. ആക്ച്വലി എനിക്കും അങ്ങനെയൊക്കെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു കയ്യില് കൊട, ഒരു കയ്യില് ക്യാമറ, പിന്നെ ഉള്ള സ്ഥലം ഒപ്പിച്ച് മൊബൈൽ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നവർക്ക് നമുക്ക് എങ്ങനെ ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പോകുന്നവരെ നമുക്ക് വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, അവിടെ ഒരു പശുവിന്റെ ഒക്കെ നിൽപ്പുണ്ട്. 2 സൈഡിലും കൃഷിയാണ് കേട്ടോ. ഈ പാടങ്ങളുടെ നടുവിൽ ഈ ചാണകം കൂട്ടിയിട്ടിരിക്കുന്ന പോലെ കൂട്ടിയിട്ടേക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ശരിക്കും ചാണകമായിരിക്കും കേട്ടോ. പക്ഷെ സംഭവം വേറെ എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതേപോലുള്ള കുട്ടി കുട്ടി പാലങ്ങൾ കടന്നാണ് നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മുടെ ട്രെക്കിംഗ് ഡേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, നല്ല ഉരുണ്ട പാറക്കല്ലുകളാണ്. ഇതിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഒരു വെട്ടി ഒരുക്കിയ ഒരു നടപ്പാത പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പം ഇവിടേക്ക് വരുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു ട്രെക്കിംഗ് ഷൂ കരുതണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കയ്യിൽ വെള്ളവും കരുതുക. കാരണം നമ്മൾ ഈ പോകുന്ന വഴി 3 മണിക്കൂർ ട്രെക്കിങ്ങിനിടയിൽ ഒരു ഷോപ്പ് പോലും ഇല്ല. നമ്മുടെ ഒരു കാടിനകത്തുകൂടിയാണ് പോകുന്നത്. പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ 7 നിലകളിലായി വമ്പൻ ഒരു കോട്ട. അതായത് ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കവലദുർഗ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3 മണിക്കൂർ എടുക്കും നമ്മൾ ഈ ഒരു ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പം നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഏകദേശം ടയർഡായി തുടങ്ങി. കാരണം ഇത് നല്ലൊരു കയറ്റമാണ് നമ്മൾ കയറി പോകുന്നത്. ഈ ഒരു ട്രെക്കിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണ ട്രെക്കിംഗ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് കൂടുതലും ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഈ ഒരു ട്രെക്കിങ് ഒരുപാട് പ്രായമായ സ്ത്രീകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവര് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കവലദുർഗ ഫോർട്ടിന് വേറൊരു പേരുണ്ടായിരുന്നു, അതായത് ഭുവനഗിരി ദുർഗ എന്ന്. മല്ലവ രാജാക്കന്മാര് 9ാം നൂറ്റാണ്ടിലാണ് ഈ ഭുവനഗിരി ദുർഗ ഫോർട്ട് പണിഞ്ഞത്. ഹൊയ്സാലമ്മ, വിജയനഗര സാമ്രാജ്യം, കേളടി നായകർ എന്നിവരുൾപ്പെടെ നിരവധി രാജവംശങ്ങളുടെ ശക്തി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു കോട്ടയാണ് കവലദുർഗ ഫോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ നൂറ്റാണ്ടുകളായി നിരവധി യുദ്ധങ്ങൾക്കും കീഴടക്കലുകൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചൊരു കോട്ടയാണ് കവലദുർഗ ഫോർട്ട്. കുന്നിൻ മുകളിലേക്ക് 7 തട്ടുകളായാണ് കോട്ടയുടെ കിടപ്പ്. ചതുരാകൃതിയിൽ വെട്ടിയൊരുക്കിയ കൂറ്റൻ കരിങ്കൽ പാളികൾ കൊണ്ടാണ് കോട്ട മതിലുകളുടെ നിർമ്മിതി. ഇതിന് ഇരുവശവും കാവൽപ്പുരകളുണ്ട്. ഇവിടുത്തെ ഓരോ നിർമ്മിതിയും അക്ഷരാസ്യത്തിൽ വിസ്മയാവഹമാണ്. അങ്ങനെ നമ്മൾ കാണുന്ന ആദ്യത്തെ കോട്ടവാതിലാണ് ഇത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ കാവൽപ്പുരയുടെ കവാടത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കുറെ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു കവാടം എത്തി. അതും അതേപോലെ തന്നെ വെട്ടിയൊരുക്കിയ ചതുരക്കല്ലുകൾ കൊണ്ടുള്ള കവാടമാണ്. ഈ ഒരു കവാടത്തിനും 2 സൈഡിലും കാവൽപ്പുരകളുണ്ട്. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു റൂം പോലെ അവർ പണിഞ്ഞിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഗേറ്റിൽ ഒരു കാവലിൽ നിൽക്കുന്ന ഒരാളിനെ പോലെ 2 ചിത്രങ്ങളും കാണാം കേട്ടോ. ഇത് ഈ ഒരു സൈഡിലും ഉണ്ട്, ഇതേപോലെ തന്നെ ഈ ഡോറിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടില്ലേ, കവലദുർഗ ഫോർട്ട് ASI, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ന് കവലദുർഗ ഫോർട്ട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്. 9ാം നൂറ്റാണ്ടിലെ ഈ നിർമ്മിതി കാലപ്പഴക്കത്തിൽ തകർന്നു പോയതല്ല കേട്ടോ, തകർത്ത് കളഞ്ഞതാണ്. 14ാം നൂറ്റാണ്ടിൽ ബിജാപ്പൂർ സുൽത്താനായിരുന്ന ആദിൽ ഷാ കവലദുർഗ ഫോർട്ട് ആക്രമിച്ച് ഇവിടുത്തെ നിർമ്മിതികളും മിക്കതും അങ്ങ് തകർത്ത് കളഞ്ഞു. അങ്ങനെ ഏറെക്കുറെ നാമാവശേഷമായ കോട്ട പിൽക്കാലത്ത് ചെലുവരംഗപ്പ എന്ന ഭരണാധികാരിയാണ് പുതുക്കി പണിഞ്ഞത്. 3ാമത്തെ കവാടത്തിന് തൊട്ടരികിലായിട്ട് ഇതേപോലൊരു കുളം കാണാം.
ഈ ഒരു കുളം മാത്രമല്ല, ഈ ഒരു കോട്ടയ്ക്കകത്ത് ഇതേപോലെ 7ഓളം കുളങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഈ കോട്ടവാതിലുകൾ കടന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പണ്ട് കണ്ട ഏതോ ചരിത്ര പ്രാധാന്യമുള്ള സിനിമയുടെ ലൊക്കേഷനിൽ കൂടി പോകുന്നൊരു ഫീലാണോ? ശരിക്കും ഇത് രാജഭരണ കാലഘട്ടത്തിന്റെ തിരുശേഷിപ്പാണ്. അതായത് രാജഭരണ സുവർണ കാലഘട്ടത്തിന്റെ തിരുശേഷിപ്പ്. 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമന്ത നാട്ടുരാജ്യമായിരുന്ന കേളടിയിലെ നായക വംശത്തിന്റെ ആസ്ഥാനമായി മാറി ഈ കോട്ട. അജയ്യരായ മൂളന്മാരെ പോലും ഒളിയുദ്ധമുറകൾ കൊണ്ട് വിറപ്പിച്ച റാണി ചേനമ്മാജി, റാണി വീരമ്മാജി തുടങ്ങിയ കരുത്തരായ നിരവധി ഭരണാധികാരികൾ പിൽക്കാലത്ത് കവലദുർഗെ വാണരുളി. ഔറംഗസേബിന്റെ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടോടി വന്ന ശിവജിയുടെ മകനായ രാജാറാമിന് അഭയമേകിയതും ഈ കോട്ടയുടെ കൽമതിലുകളായിരുന്നു. ഒടുവിൽ 18-ാം നൂറ്റാണ്ടിൽ റാണി വീരമ്മാജി യുദ്ധത്തിൽ പരാജിതയായതിനെ തുടർന്ന് കവലദുർഗ ഫോർട്ട് ഹൈദരാലിയുടെയും പിന്നീട് ടിപ്പു സുൽത്താന്റെയും അധീനതയിലായി. അതോടെ കവലദുർഗ ഫോർട്ട് പൂർണ്ണമായും നാശോന്മുഖമായി. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴികളിൽ ഒന്ന് ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാഴ്ച കേട്ടോ. എങ്ങും പച്ചപ്പാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കാഴ്ചയല്ലേ, അതായത് ഒരു കുഞ്ഞിനെ കൊണ്ടൊരു അച്ഛൻ വരുന്നത്, ഇതേപോലെ കുറേ കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ നടക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആകെ 1 ലിറ്റർ മാത്രമേ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഏകദേശം പകുതി നമ്മൾ നടന്നെത്തിയപ്പോൾ തന്നെ എൻ്റെ കുപ്പി കാലിയായി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ, ഈ ഒരു ട്രെക്കിങ്ങിന് വരുമ്പോൾ, ഈ ഒരു ട്രെക്കിംഗ് എന്നല്ല ഏത് ട്രെക്കിങ്ങിനാണെങ്കിലും പോകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കയ്യിൽ കരുതണം. നമ്മുടെ കൂടെ വന്നവര് കുറേ റെസ്റ്റ് ഒക്കെ എടുത്ത് പതുക്കെ പതുക്കെയാണ് കയറി വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് 4ാമത്തെ കോട്ടവാതിലിന് മുന്നിലെത്തി. ഇവിടെ വന്നപ്പോൾ കാഴ്ച കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അല്ല, ഇത് ആരാണ് ഒരു ഭടൻ ഇവിടെ നിൽക്കുന്നത്? പണ്ട് ഒരു പക്ഷേ രാജഭരണ കാലത്ത് ഇതേപോലെ ആയിരിക്കത്തില്ലേ ഇവിടെ കാവൽഭടന്മാർ നിന്നത്, അല്ലെ? ഈ കോട്ടവാതിലിനും അപ്പുറം ഒരു കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്. ചെറുതും വലുതുമായ 15ഓളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഈ കോട്ടയ്ക്കകത്ത്. അതിൽ 3 മാത്രമാണ് ഇപ്പോഴും വലിയ കേടുപാടുകളില്ലാതെ അവശേഷിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കമാനാകൃതിയിലുള്ള ഈ ഒരു ചെറിയ വർക്കില്ലേ, ഇത് മിക്കയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഓരോ ദൈവങ്ങളുടെ പ്രതിഷ്ഠയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. അതായത് യാത്രികർക്ക് ഒരു ട്രെക്കിംഗ് സ്പോട്ട് എന്നതിനപ്പുറം കവലദുർഗ ഫോർട്ടിന് ഇന്ന് പുരാവസ്തു വകുപ്പ് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. മഹാബലിപുരം പോലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണിത്. ഒരു വഴികാട്ടിയായിട്ടുള്ള, അതായത് ഒരു ആരോ ബോർഡ് പോലും ഇവിടെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള, അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ഒരു കോട്ടയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ പുരാവസ്തു വകുപ്പ് യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് കേട്ടോ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ നടന്നു പോകുന്നത് ദേ ആ കുന്നിൻ മുകളിലേക്കാണ് കേട്ടോ. ഇത്രയും സ്റ്റെപ്പ് കയറി വലിയൊരു കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെയും ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ്. ഇവിടെ കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. ഇവർ പിച്ച് വെച്ച് കയറി വരുന്നത് കണ്ടില്ലേ? ഇത്രയും വലിയ ഒരു കല്ലിൻ്റെ മുകളിൽ, അതായത് ഒരു പാറക്കൂട്ടമായിരിക്കണം, ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത്. നമ്മുടെ കാസർഗോഡ് ബേക്കൽ ഫോർട്ടിലെ അതേപോലെ സമാനമായൊരു നിർമ്മിതി നമുക്ക് ഇവിടെയും കാണാം. അതായത് ബേക്കൽ ഫോർട്ടിലെ വാച്ച് ടവർ. ഇതും നിരീക്ഷണ ഗോപുരമായിട്ട് പണിഞ്ഞതാണോ അതോ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ പീരങ്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പണിഞ്ഞതാണോ എന്നും എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ സൈഡിൽ ഒരു വലിയ കാൽപ്പാട് പോലെ കാണാം. അപ്പം കയറി പോകാനായിട്ട് നമ്മൾ ഈ വാട്ടർ തീം പാർക്കിൽ കാണുന്ന പോലെ പണിഞ്ഞിട്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നി കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് റിസ്ക് എടുക്കാണ്ട്, വലിയ റിസ്ക്കിലാണ്ട് കയറിപ്പോകാം. പിന്നെ ഇങ്ങനെ കയറി പോകുമ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് പോകുന്നത് കണ്ടില്ലേ? അതൊരു റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മഴയും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ഇവിടെ നല്ല തെന്നലുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ഷൂ ഇട്ട് തന്നെ കയറുന്നതായിരിക്കും സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാനും ദേ ഈ കുന്ന് കയറി പോവുകയാണ്. അങ്ങനെ കയറുമ്പോൾ എൻ്റെ ഒരു കയ്യിൽ കുടയുണ്ട്. പക്ഷേ കുട എനിക്ക് നല്ലൊരു പണി തന്നു. ഈ കുട കാരണം ഞാൻ മറിഞ്ഞ് താഴേക്ക് വീഴേണ്ടതായിരുന്നു ടൂൾസ്. അതായത് ഇവിടെ കയറി വരുന്ന ഒരു കാരണം എത്ര മഴയുണ്ടെങ്കിലും കുട യൂസ് ചെയ്യരുത്. കുടയുടെ അവസ്ഥ കണ്ടില്ലേ? ഒടിഞ്ഞിരുന്നത് വീണ്ടും നന്നായിട്ട് ഒടിഞ്ഞു. എൻ്റെ മാത്രമല്ല, എൻ്റെ പുറകെ കയറി വന്ന 1-2 ആൾക്കാരുടെ കയ്യിലും കുടയുണ്ടായിരുന്നു. അവരുടെ കുടയും ഏകദേശം ഇതേ ഒരു അവസ്ഥയിലായി. ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സൈഡ് നല്ല താഴ്ചയാണ്. നമ്മൾ ബാലൻസ് തെറ്റി അങ്ങോട്ട് വീഴാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ സൂക്ഷിക്കുക. ക്യാമറ നനയുന്നെങ്കിൽ നനയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും കുടയൊക്കെ മടക്കി ദേ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് കയറണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമാണ്. എന്താ മനോഹാരിത എന്നറിയാം. ഈ ഒരു ക്ലൈമറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് എനിക്ക് തോന്നും. കാരണം സമ്മർ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക്
നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല ഡ്യൂട്ട്സ്. സോ നിങ്ങൾ ഇവിടേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മൺസൂൺ അല്ലെന്നുണ്ടെങ്കിൽ വിൻ്റർ. അങ്ങനെ ഞാൻ കുന്ന് കയറി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കാണ്, എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഒരു സൈഡിലാണെങ്കിൽ കുറേ കുട്ടികൾ മൊബൈലൊക്കെ പിടിച്ചിരിപ്പുണ്ടാവും. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് നോക്കിയപ്പോൾ മനോഹരമായൊരു വിഗ്രഹം കാണാം കേട്ടോ. ഇത്രയും വർഷങ്ങളായിട്ടും യാതൊരു കേടുപാടും ഇല്ലാതെ ഇന്നും അത് നിലനിൽക്കുന്നു. ഈ കുന്നിൻപുറത്ത് നിന്ന് ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ദേ ആ ദൂരെ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട കാശി വിശ്വനാഥ ക്ഷേത്രം. ഇവിടെ ഈ ക്ഷേത്രങ്ങൾ മാത്രമല്ല, കോട്ടവാതിലുകൾ, കാവൽപുരങ്ങൾ, കളപ്പുരകൾ, ക്ഷേത്രങ്ങൾ, കുളങ്ങൾ, ആനപ്പന്തികൾ, കുതിരലായങ്ങൾ ഒക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണ്. ദൂരേക്ക് നോക്കുമ്പോൾ കോട പറന്നു വരുന്നത് കാണാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങുവാണ്. ഇനി ഇതേ ഇവർ നടന്നു വന്ന വഴിയെ നമുക്ക് അങ്ങോട്ട് പോകണം. ബാക്കി കാഴ്ചകളൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് അവിടെയാണ്. എന്തായാലും ഇപ്പോൾ കുറച്ച് സമയം എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണോ എന്നറിയില്ല കേട്ടോ, മഴയൊന്നും മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഇതേ നടന്നു പോകുമ്പോൾ ഗോസ്റ്റുകളെ പോലെ 4 പേര് വരുന്നു. അതായത് ഞാൻ ഇട്ടിരിക്കുന്ന പോലെ സെയിം കളർ വൈറ്റ് പോഞ്ചാണ് അവരിട്ടിരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ ഗോസ്റ്റുകൾ എന്ന് പറയാനാണ് തോന്നി കേട്ടോ. നിങ്ങൾ തന്നെ അതല്ലേ വിളിക്കുന്നത്. ഈ കൊച്ചു കുട്ടികളൊക്കെ നടന്നു വരുന്നത് കണ്ടോ. ഇതേപോലെ ഒരുപാട് കുട്ടികളെയും ഞാൻ ഈ ഒരു യാത്രയിൽ കണ്ടു കേട്ടോ. എന്തായാലും നിങ്ങളിതേ ഈ ഒരു ഫ്രെയിം ഒക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ. നമ്മൾ നടന്നു പോകുന്ന വഴികളിലെല്ലാം കോടമഞ്ഞുണ്ട് കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. ഞാൻ ഈ ഒരു യാത്രയിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്ന കിട്ടിയ ഒരു കാഴ്ച എന്ന് പറയുന്നതാണ് കോടമഞ്ഞ്. മഴയുണ്ടാവും എന്ന് അറിയാമായിരുന്നു, കാരണം നമ്മൾ മൺസൂൺ ആഘോഷമാക്കാനാണല്ലോ യാത്ര തിരിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ വീണ്ടും ദേ നടപ്പ്. ഈ നടക്കുന്നതിനിടയിൽ നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന പലരോടും ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എത്ര ദൂരമുണ്ട്, ഇനി എത്ര ദൂരമുണ്ട് എന്ന്. അപ്പം ഓരോരുത്തരും 30 മിനിറ്റ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുന്ന് കയറി ഈ സ്റ്റെപ്പൊക്കെ കയറി വന്നപ്പോഴാണ് ദൂരെ ഒരു നന്ദിയുടെ ശില്പം ഇരിക്കുന്നത് കാണാം. അങ്ങനെ ഞാൻ അതിനടുത്ത് പോയി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നന്ദിയുടെ കാലുകളൊന്നും കാണുന്നില്ല. അതൊക്കെ തകർക്കപ്പെട്ടതായിരിക്കാം. നന്ദിയെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയോ ഒരു ശിവക്ഷേത്രവും ഉണ്ടായിരിക്കാം, ഇല്ലേ? നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് അടുത്ത കോട്ടവാതിലിന് മുന്നിലെത്തി. ഈ കോട്ടവാതിലും പഴയ കോട്ടവാതിലുകൾ പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട വലിയ കോട്ടവാതിലുകൾ കാണുന്നില്ല. കാവൽ ഗോപുരങ്ങളുണ്ട്, പക്ഷേ അകത്തേക്ക് കയറുമ്പോഴും കാഴ്ച കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആ കൽത്തൂണുകളൊന്നും ഇവിടെ കാണാനില്ല, മൊത്തം പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് പോലെ. അതൊക്കെ തച്ചുടച്ച് കളഞ്ഞതാണോ അതോ ഇങ്ങനെയായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ആരോടാണ് ചോദിക്കുക, അല്ലേ? അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ അതിവിശാലമായൊരു ലോകമാണ് കേട്ടോ. എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്കത് തോന്നിയത്. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് സൈഡിൽ അത്ഭുതകരമായ ആ ഒരു കാഴ്ച കാണുന്നത് ഡ്യൂഡ്സ്. ഒരു കാലത്ത് പ്രതാപത്തിൻ്റെ ഉച്ചകോടിയിൽ വിരാജിച്ച രാജധാനിയുടെ അവശിഷ്ടങ്ങളാണത്. അങ്ങനെ ഞാൻ കണ്ണെടുക്കാതെ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മരവും കിടക്കുന്നു. അത് പിന്നെ നമ്മൾ ഊട്ടിയിൽ പോയാലും കൊടൈക്കനാലിൽ പോയാലും എവിടെ പോയാലും ഇതേപോലെ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു മരം പതിവാണല്ലോ. അങ്ങനെ ഞാനും അവരുടെ കൂടെ പോയി നിന്നിട്ട് അടിപൊളി ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. ഈ കാണുന്നത് വക്ക് പൊട്ടിയ ഒരു കൽത്തൊട്ടിയാണ് കേട്ടോ. കൽത്തൊട്ടിയുടെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പണ്ട് വെള്ളം പിടിച്ചു വെക്കാനോ മറ്റോ ഉപയോഗിച്ചിരുന്നതായിരിക്കണം. പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമ്മുടെ ഇന്നത്തെ ബാത്തബ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തൊരു മനോഹരമായ കാഴ്ചയാണ് അല്ലേ ഡ്യൂഡ്സ്. ഗംഭീരവും വിശാലവുമായ ഒരു കൊട്ടാരത്തിന്റെ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 16-ാം നൂറ്റാണ്ടിനൊടുവിൽ വെങ്കിടപ്പ നായകയാണ് ഈ കോട്ടയ്ക്കുള്ളിൽ ഇങ്ങനൊരു കൊട്ടാരം പണിയുന്നത്. ഈ ഒരു കൊട്ടാരത്തിൽ രാജ്യസഭ സമ്മേളിക്കുന്ന അതിവിശാലമായ പ്രധാന തളമുണ്ടായിരുന്നു. അതിന് ചുറ്റുമായി നിരവധി മുറികൾ ഉണ്ടായിരുന്നു എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പൂജാമുറി, അടുക്കളയിൽ കല്ലടുപ്പും ആട്ടുകല്ലുകളും ഉണ്ടായിരുന്നു. വെള്ളം ഒഴുകിയെത്തുന്ന കല്ലുപാകിയ കുളിമുറിയും ശുചിമുറിയും ഉണ്ടായിരുന്നു. ഈ കടപുഴകി വീണ രാജകൊട്ടാരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് സുൽത്താൻമാർ ഇതിനോട് കാണിച്ച ക്രൂരതയെക്കാട്ടിലും വലിയ ക്രൂരതയാണ് നമ്മുടെ പുരാവസ്തു വകുപ്പ് ഇതിനോട് കാണിക്കുന്നത്. ഇതൊക്കെ ഇവിടെ വന്ന് കാണുമ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരും ഡ്യൂഡ്സ്. ഈ ഒരു കൊട്ടാര സമുച്ചയം തന്നെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം നമുക്ക് ഈ നടന്നു പോകുമ്പോൾ കാണാനുള്ളത് ഈ ഉയർന്നു നിൽക്കുന്ന കൽത്തൂണുകൾ മാത്രമാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒരു ബേസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് എന്തായിരുന്നു എന്നൊന്നും നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, അന്ന് ഈ രാജകൊട്ടാരം എങ്ങനെയായിരിക്കും, എന്തുമാത്രം പ്രൗഢിയിലായിരിക്കും ഇതന്ന് നിലനിന്നിരുന്നത്, എന്തിനായിരിക്കും ഇത്രയും മനോഹരമായ ഈ കൺസ്ട്രക്ഷനൊക്കെ ഇവർ തകർത്ത് കളഞ്ഞത്. അങ്ങനെ നമ്മൾ നടന്ന് വീണ്ടും കുറച്ചും കൂടി അകത്തേക്ക് വരുമ്പോൾ ഇതേപോലെ മനോഹരമായൊരു കുളം കാണാം കേട്ടോ. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡിഫറെൻ്റ്
ആണ്. പല പൗരാണിക ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രകുളങ്ങൾ ഇതേപോലെ പണിഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇത് എന്തായാലും തച്ചുടയ്ക്കപ്പെട്ടിട്ടൊന്നുമില്ല, ഇപ്പോഴും അതേ പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷനും അതേപോലെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാനുള്ള ആ ഒരു സ്റ്റെപ്പുകളും ഒക്കെയാണ്. ഈ ഒരു കുളം കണ്ടപ്പോൾ ഇതിന്റെ മൊത്തം ഭംഗി ഇങ്ങ് ആവാഹിച്ചെടുക്കാൻ ഏത് ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി കേട്ടോ. ഈ ഒരു പ്രകൃതി നോക്കെ എന്തായത് ഇപ്പൊ സമയം ഏകദേശം 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ്, മഴയും മഞ്ഞും കാറ്റും എല്ലാം കൂടി ചേർന്ന് ഒരു വല്ലാത്ത പ്രകൃതി. അങ്ങനെ ഞാൻ കാഴ്ചകളിൽ ആണ്ടങ്ങനെ നിൽക്കുമ്പോൾ തിരികെ പോകാനുള്ള വിളി വന്നു. അതായത് നമ്മുടെ അഗുംബെ ട്രിപ്പിന്റെ അവസാനത്തെ കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കാണുന്നത് കേട്ടോ. മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എന്തായാലും ഷൂട്ടിങ്ങിനായിട്ട് എനിക്ക് മാറി നിന്ന മഴ വീണ്ടും പെയ്തു തുടങ്ങി. എല്ലാവരും റെയിൻകോട്ട്സ് ഒക്കെ എടുത്തു. ഞാനും ഇവരുടെ പുറകെ നടന്നു പോവുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഈ കവലദുർഗ ഫോർട്ടിൽ വരികയാണെങ്കിൽ വെറുതെ ഒന്ന് കാതോർക്കണം കേട്ടോ. എന്തിനാണെന്നറിയോ, എങ്ങോ മറഞ്ഞു പോയ ഒരു സുവർണ കാലഘട്ടത്തിന്റെ കുളമ്പടി ഒച്ചകൾ ഇന്നും ഈ കോട്ടയ്ക്കുള്ളിൽ മുഴങ്ങുന്നത് നിങ്ങൾക്കപ്പോൾ കേൾക്കാൻ കഴിയും.